ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചേച്ചി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, ഇനി നീ കാര്യത്തിൽ സംസാരിക്കണ്ട. എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഈ ഒരു കാര്യം നടത്താൻ വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. എന്ത് ഹലോ മാഡം. അതെ, നിങ്ങളിപ്പോ എവിടെയുണ്ട്? ഞങ്ങൾ കണിമംഗലത്തിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട് മാഡം. ഞങ്ങൾ മാഡത്തിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പറഞ്ഞ കാര്യത്തിന് ഒരു മാറ്റവും ഇല്ല. കൃത്യം 12 മണിക്ക് നിങ്ങൾ ഇവിടെ എത്തണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഈ കുടുംബത്തിൽ നിങ്ങൾ ആരും വരുന്നതോ പോകുന്നതോ ആരും അറിയാൻ പാടില്ല. അത്രയും സൂക്ഷ്മമായിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി മാഡം. എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തോളാം. ആ പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ എന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി. അവിടെ വെച്ച് നമ്മൾ തമ്മിലുള്ള കരാറ് തീർന്നു. ഓക്കെ മാഡം. ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്റെ ചന്ദ്രേട്ടാ, ഇവളാ ദേവനാരായണൻ തിരുമേനിക്ക് ജനിച്ചതാണെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? കൊള്ളക്കാര് സംസാരിക്കോ ഇങ്ങനെ? അവള് സംസാരിക്കട്ടെ ഉർവശി. അവള് സംസാരിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ? സാറാ പറയ് സാർ. കണിമംഗലത്ത് നിന്ന് അവളെ തട്ടിക്കൊണ്ടുപോകുന്നവര് ഏറ്റവും അടുത്ത ബസ് സ്റ്റാൻഡിൽ അവളെ ഇറക്കി വിടും. കണിമംഗലത്ത് നിന്ന് അവളെ ഇറങ്ങുന്നത് മുതൽ നിങ്ങൾ അവളുടെ പിന്നാലെ ഉണ്ടാവണം. ഓക്കെ സാർ. അവളെ തട്ടിക്കൊണ്ടുപോകുന്നവരുടെ വണ്ടിയിൽ നിന്ന് അവൾ ഇറങ്ങിയാൽ ആ നിമിഷം അവൾ നിങ്ങളുടെ കസ്റ്റഡിയിലെത്തണം. ശരി സാർ. ഇവിടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് സാർ. ഗുഡ്. അപ്പോ 12 മണിക്ക് കാണാം. ഓക്കെ സാർ. ഇന്ന് നമുക്ക് നേരത്തെ കിടക്കാം. ഉണർന്നിരുന്നാലേ ഒരുപക്ഷെ ആർക്കെങ്കിലും സംശയം തോന്നും. അത് വേണ്ട. ഇന്ന് കിടന്ന ഉറങ്ങാൻ പറ്റുമോ ചന്ദ്രേട്ടാ? അത്ര വലിയ കാര്യമല്ലേ നടക്കാൻ പോകുന്നത്. പക്ഷെ ഉറക്കം നടിച്ചേ പറ്റൂ. ഇനി അങ്ങോട്ട് സുഖസുന്ദരമായിട്ട് ഉറങ്ങാൻ. വാ. പ്രിയമോള, എടുത്ത് സംസാരിക്കമ്മേ. ഇനി എന്തൊക്കെ ബഹളം ഉണ്ടാക്കാനെന്ന് ആർക്കറിയാം? അമ്മ ഫോൺ എടുക്ക. ഹലോ ഹലോ, എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? സോറി അമ്മേ, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അച്ഛന്റെ മുന്നിൽ വെച്ച് അങ്ങനെ പെരുമാറി പോയതാ. ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ഇവിടെ വന്നിരുന്ന് ഓർത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അച്ഛനോട് എന്നോട് ക്ഷമിക്കാൻ പറയണേ അമ്മേ.
അമ്മയും എന്നോട് പൊറുക്കണം. ഒരു മാപ്പ് പറച്ചിലുകൊണ്ട് തീരുന്നതല്ല നീ ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങള്. എനിക്കറിയാം അമ്മേ, ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവില്ല. ഞാൻ അമ്മയോട് വാക്ക് പറയുക. ചേച്ചി അമ്മയുടെ അടുത്തുണ്ടോ? അവളോട് നീ സംസാരിക്കണ്ട. ഞാൻ ചേച്ചി ഒന്നും പറയില്ല അമ്മേ. ഒന്ന് ഫോൺ കൊടുക്കമ്മേ. അവക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. ഹലോ പ്രിയേ. സോറി ചേച്ചി. ചേച്ചി എന്നെ തല്ലിയതിലൊന്നും എനിക്ക് വിഷമമില്ല കേട്ടോ. അത് പിന്നെ ഞാൻ കാണിച്ചതും അത്ര വലിയ തെറ്റല്ലേ? അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറുക എന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാ. ഞാൻ നിന്നെ തല്ലിയതും തെറ്റാ. അച്ഛന്റെ കാര്യം ഓർത്തപ്പോ പറ്റിപ്പോയതാ. സോറി. ചേച്ചിയോട് ഞാനിനി ഒരിക്കലും പിണങ്ങില്ല. ചേച്ചിയോടൊന്നല്ല, ആരോടും ഞാൻ പിണങ്ങില്ല. പക്ഷെ ചേച്ചി എന്നോട് പറഞ്ഞ പഴയ വാക്ക് പാലിക്കണം. വരുണിനെ എനിക്ക് വിട്ടു തന്നോളാന്ന് ചേച്ചി എന്നോട് വാക്ക് പറഞ്ഞിരുന്നല്ലേ? വരുണും ഞാനും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ചേച്ചി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് വരുണിന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം ചേച്ചി. ഇതിനു മുൻപ് ഞാൻ നിന്നോട് സംസാരിച്ചപ്പോഴൊക്കെ നീ ആ വരുണിന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി അത് പറ്റില്ല പ്രിയ. അച്ഛനും അമ്മയും എപ്പോ ഇക്കാര്യം അംഗീകരിച്ചോ ആ നിമിഷം ഞാൻ തീരുമാനിച്ചതാ എനിക്ക് വരുണിനോടൊപ്പം ജീവിക്കണമെന്ന്. നീ ഒരിക്കലും വരുണിനെ സ്നേഹിച്ചിട്ടില്ലല്ലോ. സ്നേഹം നടിച്ചിട്ടല്ലേ ഉള്ളൂ. വിട്ടുതരാൻ നിനക്ക് എളുപ്പം. ചേച്ചി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, ഇനി നീ ഈ കാര്യത്തിൽ സംസാരിക്കണ്ട. എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല.